Hello everyone, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള അറബിക് സ്റ്റൈൽ മട്ടൻ മന്തിയാണ്. അപ്പോൾ ദാ ഫസ്റ്റ് തന്നെ നമുക്ക് മന്തി മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഇതിൽ ഏലക്ക, കറാമ്പൂ ഇത് രണ്ടും ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതിന്റെ പകുതി എടുത്താൽ മതി. പിന്നെ അതുപോലെ ഡ്രൈ ലെമൺ ഒന്ന് ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ സീഡ് കളഞ്ഞതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. പിന്നെ വളരെ ഫൈനാക്കിയിട്ട് പൊടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് മന്തി മസാല ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മട്ടനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള വലിയുള്ളി കട്ട് ചെയ്തത് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തത് ഉള്ളി നല്ലപോലെ വഴന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് 1 മിനിറ്റോളം വഴറ്റി കൊടുക്കാം. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ പോയി കിട്ടും. അതിനുശേഷം നമുക്ക് മട്ടൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. മട്ടൻ പീസസൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2-3 ബേ ലീവ്സ്, ചെറിയൊരു കഷ്ണം പട്ട, 2-3 ഏലക്ക, ഗ്രാമ്പൂ, അതുപോലെ 2 ചെറിയ ഡ്രൈ ലെമൺ, പിന്നെ പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് ഇത്രയും കൂടെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇത് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാം. ഡ്രൈ ലെമണൊക്കെ കുറച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ചെറിയ ഡ്രൈ ലെമണൊക്കെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പുളി അധികമായിട്ട് വരും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാം. ഇനി നമ്മൾ 2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മന്തി മസാല 1 ടേബിൾ സ്പൂണും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്തിട്ട് ഫസ്റ്റ് ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ബദാം ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ ഇത് കുതിർന്ന് കിട്ടും. അതിനുശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ബദാം നല്ലപോലെ ഫ്രൈ ആയി കിട്ടിക്കോളും. അതിനുശേഷം നമുക്ക് കുറച്ച് കിസ്മിസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബദാമിന് പകരം വേണമെങ്കിൽ നമുക്ക് ലെൻറ്റിൽസ് ചേർത്ത് കൊടുക്കാം. പരിപ്പുണ്ടല്ലോ, അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അതുപോലെ കാഷ്യൂസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഫ്രൈ ആയി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഞാനിതാ കുക്കർ ഒരു 10 വിസിൽ വന്നതിന് ശേഷം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഫുള്ളായിട്ട് തന്നെ കുക്കാക്കിയിട്ടെടുക്കണം. യെസ്, നമ്മൾ മട്ടനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. എല്ലിന്നൊക്കെ വിട്ട് നല്ലപോലെ ഫുള്ളായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ മട്ടൻ പീസസും ഒരു ഫ്രൈ പാനിലേക്ക് ഇതുപോലെ മാറ്റിയിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈ കുക്കറിലുള്ള വെള്ളം വേറൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കിയിട്ടെടുക്കാം. ഞാനിവിടെ കുറച്ച് റൈസ് അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മട്ടൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച വെള്ളം മാത്രമാണ് ഈ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടും എടുത്തിട്ടുള്ളത്. വേറെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് അറിയണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ബസ്മതി റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. അത് വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നോക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക്. അപ്പം നമ്മൾ നേരത്തെ ജസ്റ്റ് ഫ്രൈ പാനിലേക്ക് മട്ടൺ എടുത്ത് മാറ്റിയെന്നേ ഉള്ളൂ. ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അല്പം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മന്തി മസാല കുറച്ചുകൂടെ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റൈസ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ 1-2 തവണ ഇതുപോലെ ഇളക്കിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഏകദേശം നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടിയിൽ നിന്ന് മേലോട്ടേക്ക് ഇതുപോലെ അരി പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം, എന്നിട്ട് ഇത് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ മട്ടൻ പീസസും ഒക്കെ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം, എന്നിട്ട് കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിനൊരു സൈഡ് ഡിഷ് റെഡിയാക്കാം. അറബിക് ദക്കൂസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് നല്ലോണം പഴുത്ത 2-3 തക്കാളി, പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സൈഡ് ഡിഷ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സ്മോക്കി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസിലേക്ക് മട്ടൺ പീസസൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ചെറിയൊരു പാത്രത്തിൽ ഒരു ചാർക്കോൾ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു 5 മിനിറ്റ് കവർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതാ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളി ബദാമൊക്കെ നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം.